Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ EST 100 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ തേർഡ് മോഡ്യൂളിലെ 9th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് മോഡ്യൂളിൽ നമ്മൾ സോഫാർ സെൻട്രോയിഡിനെ പറ്റിയിട്ടുള്ള തിയറി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. നമ്മളിനിപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു മെയിൻ ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറി പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. Pappas-Gilden's theorem, perpendicular and parallel axis theorem, radius of gyration, polar moment of inertia. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടേംസ് ആണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് പാർട്ട് എയിൽ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Theorems of Pappas-Gilden's. The theorems of Pappas-Gilden's were first set forth by Pappas about 300 AD and then restated by Swiss mathematician Gilden's about 1640. These theorems offer a simple way for computing the area of surface of revolution and the volume of bodies of revolution. Okay, അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. അപ്പോൾ ഇത് ഈ ഒരു തിയറം ആദ്യം സ്റ്റേറ്റ് ചെയ്ത് പാപ്പസ് ആണ്, 300 AD-ലാണ്. പിന്നെ അതിനെ റീസ്റ്റേറ്റ് ചെയ്തത് ഗിൽഡിനസ് ആണ്. അതുകൊണ്ടാണ് അതിനെ പാപ്പസ് ഗിൽഡിനസ് തിയറം എന്നുള്ള രീതി പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ സിമ്പിൾ എക്സ്പ്ലനേഷൻ അബൌട്ട് ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷനും വോളിയം ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷനുമാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ABC എന്ന് പറയുന്ന ഒരു കർവുണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ ഈ ഒരു കർവിനെ നമ്മൾ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ നമ്മൾ ഈ ഒരു ഹാഫ് കർവിനെ നമ്മൾ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്താൽ നമുക്കൊരു ഫുൾ സർക്കിൾ കിട്ടും. അപ്പോൾ സെമി സർക്കിൾ പോലത്തെ ഒരു കർവിനെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു സർക്കുലർ ഏരിയ ആണ്. അതേപോലെ ഇങ്ങനെ AB എന്ന് പറയുന്ന ഒരു ഇൻക്ലൈൻഡ് ലൈനിനെ നമ്മൾ ഈ ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതേപോലത്തെ ഒരു കോൺ സെക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ ഈ ഒരു സർക്കിളിനെ ഈ ഒരു ആക്സിസിനെ വിത്ത് റെസ്പെക്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇതുപോലത്തെ ഒരു ട്യൂബ് കിട്ടും അല്ലേ? ഈ ഹോളോ വരുന്ന രീതിയിൽ നമുക്കിതാ ഇതിനെ റൊട്ടേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഹോളോ ട്യൂബ് കിട്ടും. അതേപോലെ നമ്മളിതാ ഇതുപോലത്തെ ഒരു സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതുപോലത്തെ ഒരു സിലിണ്ടർ കിട്ടും. അപ്പോൾ അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ടൊരു തിയറമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, എ സർഫസ് ഓഫ് റെവല്യൂഷൻ ഈസ് എ സർഫസ് വിച്ച് മേ ബി ജനറേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് എ പ്ലെയിൻ കർവ് എബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. അപ്പോൾ സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിസിനെ വിത്ത് റെസ്പെക്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്നത് തന്നെയാണ് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ദ സർഫസ് ഓഫ് എ സ്പിയർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ റൊട്ടേറ്റിംഗ് എ സെമി സർക്കുലർ ആർക്ക് ABC എബൌട്ട് ആക്സിസ്. അപ്പോൾ ABC എന്ന് പറയുന്ന ഈ ഒരു ആർക്കിനെ നമ്മൾ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് സ്പിയർ എന്ന് പറയുന്ന ആ ഒരു സർഫസ്. The surface of a cone by rotating inclined line AB about an axis AC. അപ്പോൾ കോൺ നമുക്ക് എങ്ങനെ കിട്ടും? AB എന്ന് പറയുന്ന ഇൻക്ലൈൻഡ് ലൈൻ, AC എന്ന് പറയുന്ന ഈ ആക്സിസിന് വിത്ത് റെസ്പെക്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സർഫസ് ഏരിയയാണ് നമ്മൾ കോൺ എന്ന് പറയുന്നത്. അതേപോലെ ദ സർഫസ് ഓഫ് എ റിംഗ് ഈസ് ബൈ റൊട്ടേറ്റിംഗ് ദ റൊട്ടേറ്റിംഗ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എബൌട്ട് ആൻ ആക്സിസ് AC. ഇനി നമുക്കൊരു റിംഗ് എങ്ങനെ കിട്ടുന്നത്? AC എന്ന് പറയുന്ന ഈ ഒരു സർക്കിളിനെ അതിൻ്റെ താഴെയുള്ള ഒരു ആക്സിസുമായിട്ട് വിത്ത് റെസ്പെക്റ്റ് നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഒരു റിംഗ് എന്ന് പറയുന്നത്. ദ സർഫസ് ഓഫ് എ സിലിണ്ടർ ബൈ റൊട്ടേറ്റിംഗ് എ ഹൊറിസോണ്ടൽ ലൈൻ എബൌട്ട് ആൻ ആക്സിസ് AC. ഇനി നമുക്ക് സിലിണ്ടർ എങ്ങനെ കിട്ടുന്നത്? ഈ രീതിയിലൊരു ലൈനിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഒരു സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഏരിയ ആണ് പറഞ്ഞത്, ഏരിയ ഓഫ് സർഫസ് ജനറേറ്റഡ്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? വോളിയം ജനറേറ്റഡും പറയാം. ഓക്കെ, അപ്പോൾ ഈ സർക്കിളിനെ റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്ന ഈ ഒരു കംപ്ലീറ്റ് വോളിയത്തിന് നമുക്ക് എന്ത് പറയാം? സ്പിരിക്കൽ വോളിയം എന്ന് പറയാം. ദ ബോഡി ഓഫ് റെവല്യൂഷൻ ഈസ് ദ ബോഡി വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് എ പ്ലെയിൻ ഏരിയ എബൌട്ട് എ ഫിക്സഡ് ആക്സിസ്. എ സോളിഡ് സ്പിയർ ഈസ് ജനറേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് എ സെമി സർക്കുലർ ഏരിയ. അപ്പോൾ ഒരു സെമി സർക്കുലർ ഏരിയനെ നമ്മൾ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നതിനാണ് സോളിഡ് സ്പിയർ എന്ന് പറയുന്നത്. അതേപോലെ എ കോൺ ബൈ എ റൊട്ടേറ്റിംഗ് ട്രയാങ്കുലർ ഏരിയ. ഇപ്പോൾ ഒരു ട്രയാങ്കുലർ ഏരിയയെ നമ്മൾ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഒരു കോണിക്കൽ ഏരിയ ആയിരിക്കും കിട്ടുന്നത്. ഇനി സിലിണ്ടർ, ഈ ഒരു റെക്റ്റാങ്കിൾ പ്ലെയിൻ ഏരിയനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഒരു സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഏരിയ ജനറേറ്റഡും വോളിയം ജനറേറ്റഡും
എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു പാപ്പസ് ഗിൽഡിനസ് തിയറത്തിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ശരിക്കും തിയറം ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പസ് ഗിൽഡിനസിന് 2 തിയറം ഉണ്ട്. തിയറം നമ്പർ 1, the area of surface generated by revolving a plane curve about a non-intersecting axis in the plane of curve is equal to the product of length of curve and the distance traveled by the centroid of the curve while the surface is being generated. ഓക്കെ, അപ്പോൾ ഒരു സർഫസ് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ലെങ്ത് ഓഫ് കർവ്. കൺസിഡർ ചെയ്ത കർവിൻ്റെ ലെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ്. ആ കർവിൻ്റെ സെൻട്രോയിഡിൽ നിന്ന് നമ്മൾ എടുത്തേക്കുന്ന ആക്സിസ് വരെയുള്ള സെൻട്രോയിഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു ഏരിയ ജനറേറ്റഡ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഓഫ് ലെങ്ത് ഇൻറ്റു വൈ ബാർ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു പ്രൂഫായിട്ട് പറയുന്നത് ടോട്ടൽ എൽ ലെങ്ത് ഉള്ള ഒരു കർവ് നമ്മൾ കൺസിഡർ ചെയ്തു. ടോട്ടൽ എൽ ലെങ്ത് ഉള്ള ഒരു കർവ് കൺസിഡർ ചെയ്തു. അതിൻ്റെ ചെറിയൊരു പോർഷൻ ഡി എൽ എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമ്മൾ എടുത്തേക്കുന്നത്. കൺസിഡർ ആൻ എലമെൻറ്റ് ഓഫ് ലെങ്ത് ഡി എൽ. അപ്പോൾ ഈ ഒരു ടോട്ടൽ എലമെൻറ്റിൽ ഡി എൽ എന്ന് പറയുന്ന ലെങ്ത്തിലുള്ള ഒരു എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ കർവിൻ്റെ ടോട്ടൽ ലെങ്ത് എൽ ആയിരുന്നു, വിച്ച് ഈസ് റിവോൾവ്ഡ് എഗെയിൻസ്റ്റ് ആൻഡ് എബൌട്ട് എക്സ് ആക്സിസ്. അപ്പോൾ ഈ ചെറിയ ഡി എൽ എന്ന് പറയുന്ന ഈ കർവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് നമ്മൾ റിവോൾവ് ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, ദ ഏരിയ ജനറേറ്റഡ് ബൈ ദ എലമെൻറ്റ് ഈസ് ഈക്വൽ ടു 2πy ഇൻറ്റു ഡി എൽ. അപ്പോൾ ഈ ചെറിയ ഡി എൽ എന്ന് പറയുന്ന ആർക്കിനെ നമ്മൾ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സർക്കിളിൻ്റെ ടോട്ടൽ പെരിമീറ്റർ എന്ന് വെച്ചാൽ 2πr ആണ്. അപ്പോൾ ഇവിടെ റേഡിയസിന് പകരം നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ് y ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻറ്റർ ആക്സിസ്. ഈ ആക്സിസ് മുതൽ ഈ നമ്മളെടുത്തേക്കുന്ന ഈ ഡി എൽ വരെയുള്ള ലെങ്ത്ത് y ആണ്. റേഡിയസിന് വരെ നമ്മൾ y എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു തവണ ഇത് റിവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ ലെങ്ത്ത് എന്ന് വെച്ചാൽ 2πr ആണ്. അപ്പോൾ 2πy ഇൻറ്റു ആർക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഡി എൽ ആണ്. അപ്പോൾ 2πy ഇൻറ്റു ഡി എൽ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഏരിയ. where y is the distance of the element from x axis. therefore അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? ഇതാ ഒരു ഡി എൽ എന്ന് പറയുന്ന ഒരു ചെറിയ എലമെൻറ്റിൻ്റെ ഏരിയ ജനറേറ്റഡ് ആണ്. therefore the entire area generated by the curve A is equal to, അപ്പോൾ ഈ ടോട്ടൽ എൽ ലെങ്ത് ഉള്ള ഈ കർവിനെ നമ്മൾ കംപ്ലീറ്റ്ലി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏരിയ ജനറേറ്റഡ് എന്തായിരിക്കും? A is equal to ഇൻറ്റഗ്രൽ 2πy ഇൻറ്റു ഡി എൽ അല്ലേ? ഇൻറ്റഗ്രൽ 2πy ഇൻറ്റു ഡി എൽ. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2π കോൺസ്റ്റൻ്റ് ആണ് പുറത്തേക്ക് എടുക്കുക. ബാക്കി എന്ത് വരും? ഇൻറ്റഗ്രൽ y ഇൻറ്റു ഡി എൽ എന്ന് വരും. അപ്പോൾ നമുക്കറിയാം ഇൻറ്റഗ്രൽ y ഡി എൽ എന്ന് പറഞ്ഞാൽ y ബാർ ഇൻറ്റു ക്യാപിറ്റൽ എൽ ആണ്. y ബാർ എന്ന് വെച്ചാൽ സെൻട്രോയിഡാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയ ജനറേറ്റർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ 2πy ബാർ ഇൻറ്റു എൽ ആണ്. വേർ y ബാർ ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ടു ദ സെൻട്രോയിഡ് ഓഫ് ദ പ്ലെയിൻ ഏരിയ ആൻഡ് എൽ ഈസ് ദ ലെങ്ത് ഓഫ് കർവ്. ഓക്കെ, അപ്പോൾ 2πy ബാർ ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സെൻട്രോയിഡ് ഓഫ് ദ കർവ് ഓഫ് ലെങ്ത് എൽ. ഇതാണ് പാപ്പസ് ഗിൽഡിനസിൻ്റെ തിയറം നമ്പർ 1. അപ്പോൾ പാപ്പസ് ഗിൽഡിനസ് തിയറം എഴുതാൻ പറഞ്ഞാൽ തിയറം 1 എഴുതണം, തിയറം 2 എഴുതണം. സ്പെസിഫിക്കലി തിയറം 1 ആണ് എഴുതാൻ പറയുന്നതെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഈ താഴെ കാണുന്ന ഫിഗറും അതിൻ്റെ പ്രൂഫും കൂടി എഴുതിയാൽ നമുക്ക് 3 മാർക്ക് വരുള്ളൂ. ഇനി ഇപ്പോൾ പാപ്പസ് ഗിൽഡിനസ് തിയറം 1 പറഞ്ഞത് എന്താണ്? ഒരു കർവിനെ നമ്മൾ റിവോൾവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ഏരിയ ജനറേറ്റഡ് ഇക്വേഷനാണ് തിയറം നമ്പർ 1 പറഞ്ഞത്. അതേപോലെ തിയറം നമ്പർ 2 പറയുന്നത് ദ വോളിയം ഓഫ് എ ബോഡി ജനറേറ്റഡ് ബൈ റിവോൾവിങ് എ പ്ലെയിൻ ഏരിയ എബൌട്ട് ആൻഡ് നോൺ ഇൻ്റർസെക്റ്റിംഗ് ആക്സിസ് in the plane of the area is equal to the product of area and the distance traveled by the centroid of the plane area while the body is being generated. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു കർവിനെ നമ്മൾ റിവോൾവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏരിയ ജനറേറ്റഡ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഓഫ് ലെങ്ത് ഓഫ് കർവ് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സെൻട്രോയിഡ്. അതിന് പകരം നമ്മൾ തിയറം 2 പോകുമ്പോൾ ഒരു പ്ലെയിൻ ഏരിയനെ നമ്മൾ റിവോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വോളിയം ജനറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഏരിയ. നേരത്തെ ലെങ്ത് ആയിരുന്നു, ഇപ്പോൾ ഇവിടെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സെൻട്രോയിഡ് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൂഫായിട്ട് പറയുന്നത് നമുക്കൊരു എലമെൻറ്റ് ഏരിയ ഡി എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഏരിയ കൺസിഡർ ചെയ്യാം. കൺസിഡർ ആൻ എലമെൻറ്റ് ഏരിയ ഡി എ ഓഫ് ദ ടോട്ടൽ ഏരിയ എ. അപ്പോൾ കംപ്ലീറ്റ് ഏരിയ എ എന്ന് പറയുന്നൊരു ഏരിയ ആണ് ഉള്ളത്. അതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു എലമെൻ്റൽ ഏരിയ ഡി എ എന്ന് പറയുന്ന പോർഷൻ ഞാൻ കൺസിഡർ ചെയ്തു. ഇനി ഈ എലമെൻ്റൽ ഏരിയനെ ഞാൻ ഈ 360 ഡിഗ്രിയിൽ റിവോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു വോളിയം കിട്ടും അല്ലേ? which is revolved about an axis x. അപ്പോൾ ഇതിനെ x axis with respect ആണ് റിവോൾവ് ചെയ്യുന്നത്. The volume dv generated by the element dA in one revolution is equal to 2πy dA.
അപ്പോൾ ഈ ഡി എ എന്ന് പറയുന്ന ചെറിയ ഏരിയനെ നമ്മൾ 360 ഡിഗ്രിയിൽ റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പെരിമീറ്റർ എന്ന് വെച്ചാൽ 2πy അല്ലേ. വൈ എങ്ങനെ കിട്ടി? ഈ ഡിസ്റ്റൻസ് ആണ് വൈ ഇൻറ്റു അതിൻ്റെ സ്ട്രിപ്പിൻ്റെ ഏരിയ ഡി എ. അപ്പോൾ ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വോളിയം ജനറേറ്റഡ്, ആ ചെറിയ എലമെൻറ്റിൻ്റെ വോളിയം ജനറേറ്റഡ് ഡി വി ഈക്വൽ ടു 2πy ഇൻറ്റു ഡി എ ആണ്. ദെയർഫോർ എൻ്റയർ വോളിയം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ക്യാപിറ്റൽ വി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 2πy ഇൻറ്റു ഡി എ. 2π പുറത്തേക്ക് ഇട്ടാൽ നമുക്ക് കിട്ടുന്നത് ഇൻറ്റഗ്രൽ വൈ ഡി എ. ഇൻറ്റഗ്രൽ വൈ ഡി എ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ബാർ ഇൻറ്റു ക്യാപിറ്റൽ എ എന്ന് കിട്ടും. ഇൻറ്റഗ്രൽ വൈ എന്ന് പറഞ്ഞാൽ വൈ ബാർ, ഇൻറ്റഗ്രൽ ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഏരിയ. അപ്പോൾ ദെയർഫോർ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ വോളിയം, ഒരു പ്ലെയിൻ ഏരിയ റിവോൾവ് ചെയ്യുമ്പോൾ ഉള്ള ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വി ഈക്വൽ ടു 2πy ബാർ ഇൻറ്റു എ. ഏരിയയുടെ ഇക്വേഷൻ എന്തായിരുന്നു? 2πy ബാർ ഇൻറ്റു എൽ. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാനായിട്ട് ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ഏരിയ കണ്ടുപിടിക്കാനായിട്ട് കർവിൻ്റെ ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതാണ് പാപ്പസ് ഗിൽഡിനസ് തിയറം. അപ്പോൾ തിയറം ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഒന്നും എഴുതണ്ട, ജസ്റ്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഫിഗർ, അതിൻ്റെ പ്രൂഫ്. ഓക്കെ, ജസ്റ്റ് ഒരു 2 സാമ്പിൾ പ്രോബ്ലം നോക്കാം. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ ഏരിയ ഓഫ് സർഫസ് ജനറേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് ഓഫ് എ ഹൊറിസോണ്ടൽ ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ ലൈൻ. ഓക്കെ, അപ്പോൾ ഒരു എക്സ് ആക്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നിന്ന് ആർ ഡിസ്റ്റൻസ് മാറിയിട്ട് എൽ ലെങ്ത്തിലുള്ള ഒരു കർവ് ഉണ്ട്. അപ്പോൾ ഇതിനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏരിയ ജനറേറ്റഡ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏരിയ ജനറേറ്റഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഏരിയ ഈക്വൽ ടു 2πy ബാർ ഇൻറ്റു എൽ ആണ്. 2πy ബാർ ഇൻറ്റു എൽ. ഇപ്പോൾ 2π കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഈ ഒരു കർവിൻ്റെ ലെങ്ത്ത് എൽ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൽ അതുപോലെ ഇടാം. വൈ ബാർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? വൈ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ആക്സിസ് മുതൽ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ആ പ്ലെയിൻ്റെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ്, അതാണ് ആർ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് എഴുതാം? ലെങ്ത് ഓഫ് ലൈൻ എൽ ആണ്. ദ ഡിസ്റ്റൻസ് ഓഫ് ദ സെൻട്രോയിഡ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ബാർ ആണ് ഈ കാണിച്ചേക്കുന്ന ആർ. ദെയർഫോർ ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ സർഫസ് ഏരിയ ജനറേറ്റഡ്, നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാം. സർഫസ് ഏരിയ ജനറേറ്റഡ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ 2πy ബാർ ഇൻറ്റു എ ആണ്. 2πy ബാർ എന്ന് പറയുമ്പോൾ 2πr ആണ് ഇൻറ്റു എ അല്ല എൽ ആണ്, എൽ. അപ്പോൾ നമുക്ക് 2πr ഇൻറ്റു എൽ എന്ന് എഴുതാം. അപ്പോൾ ഈ രീതിയിൽ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ പാർട്ട് ഡേയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഏരിയ ഓഫ് സർഫസ് ജനറേറ്റഡ് വെൻ a line of length L is revolved about an axis. One end of the line is touching the axis and the other end is at a distance of r from the axis. Okay. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്, ഒരു എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ അല്ലേ, എൽ ലെങ്ത്തിലുള്ള ഒരു ലൈൻ. ഇതിൻ്റെ ഒരു പോയിന്റ് ഈ ആക്സിസിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് എ എന്ന് കൊടുക്കാം. അതിൻ്റെ അടുത്ത എൻഡ് ബി ആണ്. ഈ ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ബി വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഓക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ഈ ലൈൻ റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സർഫസ് ഏരിയ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πy ബാർ ഇൻറ്റു എൽ ആണ്. അപ്പോൾ ആ ഒരു ലെങ്ത് ഓഫ് ലൈൻ എൽ തന്നെയാണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ്. അപ്പോൾ നമുക്ക് അത് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ അല്ലേ, ടോട്ടൽ ലെങ്ത് എൽ ആണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ടോട്ടൽ 6 ആണെങ്കിൽ ഇതിൻ്റെ നടുക്കത്തെ പോയിന്റും ആക്സിസുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വൈ ബാർ എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? ഇത് 6 ആണെങ്കിൽ ഇതിൻ്റെ സെൻട്രോഡ് ഇരിക്കുന്ന r/2-ലായിരിക്കും. അപ്പോൾ ഇവിടെ വൈ ബാർ ഇസ് ഈക്വൽ ടു r/2 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഏരിയ ജനറേറ്റഡ് ഇസ് ഈക്വൽ ടു 2πy ബാർ ഇൻറ്റു എൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം 2π അതുപോലെ എഴുതി, വൈ ബാറിന് എന്തെന്ന് എഴുതാം? r/2 ഇൻറ്റു ആ കർവിൻ്റെ ലെങ്ത്ത് എൽ തന്നെയാണ്, എൽ. 2 × 2 ക്യാൻസൽ ചെയ്താൽ ബാക്കി പോയിട്ട് എന്ത് കിട്ടും? 2πrl πrl എന്ന് കിട്ടും. അപ്പോൾ ദെയർഫോർ സർഫസ് ഏരിയ ജനറേറ്റഡ് ഇസ് ഈക്വൽ ടു πrl. അപ്പോൾ ഈ രീതിയിൽ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഏരിയ ജനറേറ്റഡ് കണ്ടുപിടിച്ച് ഇതേപോലെ വോളിയം ജനറേറ്റഡ് നമ്മളോട് ചോദിക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. Moment of inertia of an area is purely mathematical term which gives a quantitative estimate of the relative distribution of area with respect to some reference axis. അപ്പോൾ moment of inertia of an area എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാത്തമാറ്റിക്കൽ ടേമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഫറൻസ് ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയ ഡിസ്ട്രിബ്യൂഷൻ, നമുക്ക് തന്നേക്കുന്ന ആ ഒരു ഷേപ്പിൻ്റെ ഏരിയ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെയാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. If r is the distance of an elemental area dA from a reference axis AB. അപ്പോൾ നമുക്കൊരു എ ബി എന്ന് പറയുന്ന ഒരു റെഫറൻസ് ആക്സിസ് എടുക്കാം. നമുക്കൊരു ഏരിയ തന്നിട്ടുണ്ട്.
അതിൻ്റെ അകത്തുനിന്നൊരു ചെറിയ ഏരിയ ഡി എ ഞാൻ കൺസിഡർ ചെയ്തു. ഈ ഡി എ എന്ന് പറഞ്ഞാൽ ഈ റെഫറൻസ് ആക്സിസിൽ നിന്ന് 6 ഡിസ്റ്റൻസ് മാറിയിട്ടുള്ളതാണ്. ഓക്കെ. Then the sum of the term sigma r square dA to cover the entire area is called moment of inertia of the area about the reference axis AB, which is denoted by IB. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു എ ബി എന്ന് പറയുന്ന റെഫറൻസ് ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ IAB എന്നാണ് കൊടുക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ ആർ സ്ക്വയർ ഡി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ ഏരിയ എലമെൻ്റൽ ഏരിയയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ റെഫറൻസ് ആക്സുമായിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ സിഗ്മ ആർ സ്ക്വയർ ഇൻറ്റു ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സർഫസ് ഡി എ വിത്ത് റെസ്പെക്ട് ടു എ ബി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എ റെഫറൻസ് ആക്സിസ് ഐ ബി ഇസ് ഈക്വൽ ടു സിഗ്മ ആർ സ്ക്വയർ ഡി എ വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ മാറ്റിയിട്ട് നമുക്ക് ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ എന്ന് കൊടുക്കാം. ഓക്കെ. ദ പ്രൊഡക്റ്റ് ആർ ഡി എ, അപ്പോൾ ഇവിടെ നമുക്ക് ആർ സ്ക്വയർ ഡി എ ആണ്, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ആർ ഇൻറ്റു ഡി എ എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൽ ആർ ഡി എ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ, ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് എലിമെൻ്റൽ ഏരിയ. അപ്പോൾ എലിമെൻ്റൽ ഏരിയയുടെ ഫസ്റ്റ് മൊമെൻറ്റിനെയാണ് ആർ ഡി എന്ന് പറയുന്നത് എബൌട്ട് ദ റെഫറൻസ് ആക്സിസ്. ദ സെക്കൻഡ് മൊമെൻ്റ് ഓഫ് എലിമെൻ്റൽ ഏരിയ എബൌട്ട് ദ റെഫറൻസ് ആക്സിസ് ഈസ് ആർ സ്ക്വയർ ഡി. അപ്പോൾ വീണ്ടും ഒരു ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ സെക്കൻഡ് മൊമെൻ്റ് ഓഫ് എലിമെൻ്റൽ ഏരിയ എന്നാണ് പറയുന്നത്. ദസ് the moment of inertia of an area is the integral of the second moment of an elemental area. അപ്പോൾ ശരിക്കും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൊമെൻ്റ് ഓഫ് എലമെൻ്റൽ ഏരിയ. തന്നേക്കുന്ന എലമെൻ്റൽ ഏരിയയുടെ സെക്കൻഡ് മൊമെൻറ്റിൻ്റെ ഇൻ്റഗ്രലിനെയാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു അല്ലെങ്കിൽ എബൌട്ട് റെഫറൻസ് ആക്സിസ്. The term second moment of area is more popular than moment of inertia because the term moment of inertia should be used when the integral of mass is taken. അപ്പോൾ യൂഷ്വലി ശരിക്കും കൺസെപ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്നാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മൊമെൻ്റ് ഓഫ് ഏരിയക്ക് പകരം. കാരണം മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടൊരു മാസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മുടെ മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമുക്കൊരു പ്ലെയിൻ ഏരിയയാണ് തന്നേക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത്. Generally, the moment of inertia of an area is called area moment of inertia or second moment of area. അപ്പോൾ യൂഷ്വലി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒരു ഏരിയയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നോ അല്ലെങ്കിൽ സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്നൊക്കെയാണ് പറയുന്നത്. ഇനി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫിസിക്കൽ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. അതായത് നമുക്കൊരു മാസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസ് ചെയ്യാനുള്ളത് മാസിൻ്റെ അല്ല, പകരം ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. തന്നേക്കുന്ന ഒരു ഏരിയയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനാണ്. The axis passing through the centroid is called centroidal axis and the moment of inertia about the centroidal axis is denoted by IG. ഇനി ഇതേപോലെ നമുക്ക് ഒരു പ്ലെയിൻ ഏരിയ തന്നിട്ടുണ്ട്, അതിൻ്റെ സെൻട്രോയിഡിൽ കൂടി പാസ് ചെയ്യുന്ന എക്സ് ആക്സിസും വൈ ആക്സിനും വിത്ത് റെസ്പെക്റ്റും ആണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മളതിനെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയും. അതിനെ IG എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ആൻ ഏരിയ. ഒരു ഏരിയയുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. കൺസിഡർ ആൻ ഏരിയ ക്യാപിറ്റൽ A വിച്ച് ഹാസ് എ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ് ആക്സിസ് AB. അപ്പോൾ AB എന്ന് പറയുന്ന ഒരു റെഫറൻസ് ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ചെറിയ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതുപോലെ തന്നെ AB എന്ന് പറയുന്ന റെഫറൻസ് ആക്സ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഏരിയ ക്യാപിറ്റൽ A കൺസിഡർ ചെയ്തു. അത് ഇതുമായിട്ടുള്ള സെൻറ്ററായിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ R എന്ന് വിളിച്ചു. ലെറ്റ് us assume that the area is composed of thin strips parallel to the axis AB. For this strip to have the same moment of inertia I with respect to the same reference axis AB, the strip should be placed at a distance of k from the axis AB such that I is equal to AK square. Therefore, k is equal to square root of I by A and is called radius of gyration of area with respect to the given axis AB. Okay. ഇവിടെ പറയുന്നത് നമ്മൾ AB എന്ന് പറയുന്ന ഒരു ആക്സിസ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ടോട്ടൽ ഏരിയ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ടോട്ടൽ ഏരിയയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I ആണെങ്കിൽ നമുക്ക് ഇതേ
ഏരിയയിൽ തന്നെ നമുക്കൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം, എ സ്ട്രിപ്പ് വിച്ച് ഈസ് പാരലൽ ടു എ ബി. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രിപ്പിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും നമ്മുടെ ഫുൾ ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും സെയിം ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിപ്പ് എന്ന് പറയുന്നത് എ ബിയിൽ നിന്ന് കെ എന്ന് പറയുന്ന ഡിസ്റ്റൻസിലായിരിക്കണം ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് തമ്മിലുള്ള റിലേഷനാണ് കെ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഐ ബൈ എ എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് ഐ ബൈ എ, ഐ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ എൻ്റയർ ബോഡി, എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ ടോട്ടൽ ഏരിയ ആണ്. ഓക്കെ, അടുത്തത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആൻ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള തിയറത്തിൽ ഒരെണ്ണമാണ്. If Ixx and Iyy are the moment of inertia of an area capital A about mutually perpendicular axis xx and yy in the plane of the area, then moment of inertia of the area about zz axis which is perpendicular to x and y axis and passing through the point of intersection of x and y axis is given by Iz is equal to Ix plus Iy. അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും അത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്. എക്സ് ആക്സിസിന് വിത്ത് റെസ്പെക്ട് ഉള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഐ എക്സ് എക്സ് എന്നും വൈ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ഉള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യന് ഐ വൈ വി എന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് മൂന്നാമതൊരു ആക്സിസ് ഇസഡ് എന്ന് പറയുന്ന മൂന്നാമതൊരു ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്, ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. അപ്പോൾ അതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഒരു ബോഡി ഉണ്ട്, ബോഡിയുടെ എക്സ് ആക്സിന് വിത്ത് റെസ്പെക്ട് ഉള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഐ എക്സ് എക്സും വൈ ആക്സിന് വിത്ത് റെസ്പെക്ട് ഉള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഐ വൈ വിയും ആണെങ്കിൽ മൂന്നാമത്തെ ആക്സിസ് ഇസഡ് ഇസഡ് ആക്സിന് വിത്ത് റെസ്പെക്ട് ഉള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇനി ഇസഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, എക്സിനും വൈനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രൂഫാണ് നമ്മൾ ഈ പറയുന്നത്. കൺസിഡർ എ പ്ലെയിൻ ഏരിയ ക്യാപിറ്റൽ എ. ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുക, ക്യാപിറ്റൽ എ ആണ്. ലെറ്റ് എക്സ് എക്സ് ആൻഡ് വൈ വൈ ബി ദ ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ഇൻ ദ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ കൺസിഡർ ചെയ്തു, അതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനെ നമ്മൾ ഒ എന്ന് മാർക്ക് ചെയ്തു. ലെറ്റ് ഇസഡ് ഇസഡ് ബി ദ ആക്സിസ് പാസിംഗ് ത്രൂ ഒ ആൻഡ് പെർപെൻഡിക്കുലർ ടു. ഓക്കെ, അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് നമുക്ക് ഇസഡ് ഇസഡ് എന്ന് കൊടുക്കാം. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്നാമത്തെ ആക്സിസിന് ഇസഡ് ഇസഡ് എന്ന് കൊടുക്കാം. ആൻഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഏരിയ. അപ്പോൾ ഈ പ്ലെയിൻ ഏരിയ ഇതാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിന് 90 ഡിഗ്രി ആയിട്ടാണ് ഇസഡ് ഇസഡ് ആക്സിസ് ഇരിക്കുന്നത്. കൺസിഡർ എലമെൻ്റൽ ഏരിയ ഡി എ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് വൈ ഫ്രം എക്സ് ആക്സിസ് ആൻഡ് എക്സ് ഫ്രം വൈ ആക്സിസ്. ഇനി ഈ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ നിന്ന് വൈ ഡിസ്റ്റൻസ് മാറിയിട്ടും വൈ ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടുമാണ് ഈ ഒരു ചെറിയ ഏരിയ ഡി എ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ ഇസഡ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം, ഐ ഇസഡ് ഇസ് ഈക്വൽ ടു നമ്മുടെ ജനറൽ ഇക്വേഷൻ ഐ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്, ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ. ഇതാണ് നമ്മൾ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ഇസഡ് ആക്സിസിന് വിത്ത് റെസ്പെക്ട് അത് ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഇസഡ് ആക്സിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഇസഡ് ആക്സിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഡെഫിനേഷൻ അനുസരിച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ സ്ക്വയർ എങ്ങനെ കിട്ടും, ഈ ഒരു ട്രയാങ്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ. അപ്പോൾ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ആർ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, നമുക്ക് ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. പൈത്തഗോറസ് തിയറി അനുസരിച്ച് നമുക്ക് വേണ്ടത് ആർ സ്ക്വയർ ആണല്ലേ, നമ്മുടെ ഇക്വേഷനിൽ ആർ സ്ക്വയർ ആണുള്ളത്. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, റൂട്ട് അങ്ങ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഐ ഇസഡ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻ്റഗ്രൽ ആർ സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എ. അത് അതുപോലെ തന്നെ എഴുതി. ക്ലിയർ ആണല്ലോ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് അടുത്ത ടേം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ആർ സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എ. ഇനി എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ ഒരുമിച്ച് എഴുതിയാൽ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ പ്ലസ് അടുത്ത ടേമായിട്ട് ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. അപ്പോൾ നമുക്കറിയാം ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സ് ആണ്. അപ്പോൾ അതിനെ ഐ എക്സ് എക്സ് എന്ന് എഴുതാം. ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൈ ആക്സസ് ആണ്. അതിനെ ഇൻ്റഗ്രൽ ഐ വൈ വൈ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഐ ഇസെഡ് ഇസെഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. അതിനെ വേണമെങ്കിൽ തിരിച്ചു എഴുതാം, ഐ വൈ വൈ പ്ലസ് ഐ എക്സ് എക്സ്. അപ്പോൾ ദെയർഫോർ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അനുസരിച്ച് നമുക്ക് ഐ ഇസെഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ ആണ്. അതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തെടുത്തത്. ഓക്കെ, ഇനി അടുത്തത് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ടേം എന്താണെന്ന് നോക്കാം. Moment of inertia about z axis which is perpendicular to x and y axis and passing through the point of intersection of x and y axis is called polar moment of inertia. According to perpendicular axis theorem, Iz is equal to Ixx plus Iyy. Thus, polar moment of inertia Iz is equal to Ix plus Iy. അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൻ്റെ റിസൾട്ടൻറ്റിന് ഐസെഡിനെയാണ് നമ്മൾ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഇസെഡ് ആക്സിസ്. ഇസെഡ് ആക്സിനെ വിത്ത് റെസ്പെക്ട് ടു കാൽക്കുലേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യനെയാണ് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അതെങ്ങനെയായിരിക്കണം? എക്സ് ആക്സിനും വൈ ആക്സിനും പെർപെൻഡിക്കുലറും ആയിരിക്കണം, എക്സിൻ്റെയും വൈൻ്റെയും ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്നതും ആയിരിക്കണം ഇസെഡ് ആക്സിസ്. അപ്പോൾ അങ്ങനെ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷനായിട്ട് ഐ ഇസെഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള തിയറമാണ് പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, പാരലൽ ആക്സിസ് തിയറം. It is a transfer theorem which is used to transfer moment of inertia of one axis to the another axis. അപ്പോൾ ഇത് ആക്ച്വലി ട്രാൻസ്ഫർ തിയറം എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഫിഗർ ഉണ്ട്, ഇതിൻ്റെ ടോട്ടൽ ഏരിയ എ ആണെന്ന് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻട്രോയിഡ് ജി ആണ്. അപ്പോൾ സെൻട്രോയിഡിന് വിത്ത് റെസ്പെക്റ്റ് ഉള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ ജി ആണെങ്കിൽ ഇതിന് ഈ ഏരിയക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു പ്ലെയിൻ എ ബി എന്ന് പറയുന്ന ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഈ ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു എ ബി, അതിനെയാണ് നമ്മൾ ഐ എ ബി എന്ന് പറയുന്നത്. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിൽ കിടന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യനെ പാരലൽ ആയിട്ടുള്ള വേറൊരു ലൈനിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. The two axes should be parallel to each other and one of these axes must be centroidal axis. അപ്പോൾ ഇവിടെ നമുക്ക് ഐ ജി എന്ന് പറയുന്നതാണ് സെൻട്രോയിഡൽ ആക്സിസ്. അതെപ്പോഴും എന്താണ്? സെൻട്രോയിഡിൽ കൂടെ ആയിരിക്കണം പാസ് ചെയ്യേണ്ടത്. മറ്റേ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആണ് നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വേണ്ടത്. അപ്പോൾ ഇത് തമ്മിൽ പാരലൽ ആയിരിക്കണം, ഒരു ആക്സിസ് സെൻട്രോയിഡിൽ കൂടെ ആയിരിക്കണം പാസ് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ഐ ജി ഇസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന എബൌട്ട് ആൻ ഏരിയ ക്യാപിറ്റൽ എ എബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ലാമിന, then the moment of inertia about an axis AB which is parallel to the centroidal axis and at a distance of h from the centroidal axis is given by IAB is equal to IG plus AH square. ഓക്കെ, അപ്പോൾ പാരലൽ ആക്സിസ് തിയറം പറയുന്നത് ഐ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നേക്കുന്ന ഫിഗറിൻ്റെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ഉള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എ ബി എന്ന് പറയുന്ന ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ഉള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനായിട്ട് ഏതാണ് ഐ എ ബി ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇനി എ ബി എങ്ങനെ ആയിരിക്കണം? ഈ സെൻട്രോയിഡൽ ആക്സിസിന് പാരലായിട്ടുള്ളതായിരിക്കണം. ഇനി ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എച്ച് ആയിരിക്കണം. ഈ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ ക്യാപിറ്റൽ എ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ എ ബി എന്ന് പറയുന്ന എ ബി ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ടു ഈ തന്നേക്കുന്ന ഏരിയയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനായിട്ട് എ ബി ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ എന്ന് എടുത്താൽ മതി. ഇനി അതിൻ്റെ ഒരു പ്രൂഫാണ് കൺസിഡർ ആൻ എലമെൻ്റൽ ഏരിയ ഡി എ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് വൈ ഫ്രം ദ സെൻട്രോയിഡൽ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ഏരിയ. അതിൻ്റെ ടോട്ടൽ ഏരിയ ക്യാപിറ്റൽ എ ആണ്. ഇതാണ് അതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് ജിയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ ജി ആണ്. ഇനി നമ്മളൊരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്തു. ചെറിയ ഏരിയയുടെ ഏരിയ നമ്മൾ ഡി എ എന്ന് എടുത്തു. ഈ ചെറിയ ഏരിയ എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡിൽ നിന്ന് ഒരു വൈ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ സ്മോൾ ഡി എ നമ്മൾ കൺസിഡർ ചെയ്തത്. Then the moment of inertia about an axis AB which is parallel to the centroidal axis, the first moment of elemental area about AB is dA into y plus dH. The second moment of elemental area about an axis is dA into y plus h the whole square. അപ്പോൾ നമുക്കറിയാം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഡി എ അല്ലേ, ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ വിച്ച് ഇസ് ഈക്വൽ ടു ഡി എ ഞാൻ അകത്തേക്ക് ഇട്ടു. ഇനി ഇൻ്റഗ്രൽ ഞാൻ തൽക്കാലം അവിടെ നിൽക്കട്ടെ, ഇൻ്റഗ്രലിൽ മാറ്റാം. ഇനി ആർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ എലമെൻ്റൽ സ്ട്രിപ്പ് മുതൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഐ എ ബി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് പ്ലസ് വൈ ആണ്. അപ്പോൾ എച്ച് പ്ലസ് വൈ അതിൻ്റെ സ്ക്വയർ, ശരിയല്ലേ?
ഒന്നുകൂടി പറയാം, ഏതെങ്കിലും ഒരു ഏരിയയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷനാണ് r²dA, സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു AB എന്ന് പറയുമ്പോൾ r²dA തന്നെ എടുക്കണം. അപ്പോൾ DA എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ DA ഞാൻ അതുപോലെ എഴുതി. ഇനി DA മുതൽ നമ്മുടെ AB എന്ന് പറയുന്ന ആക്സിസ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് r² ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ r² എന്ന് പറയുമ്പോൾ എന്തായിരിക്കും h+y, r² ആയതുകൊണ്ട് h+y ദ ഹോൾ സ്ക്വയർ ഇൻറ്റു DA എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു AB ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ DA ഇൻറ്റു y പ്ലസ് h ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇനി ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാം. അപ്പോൾ IAB ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ DA അവിടെ തന്നെ ഇട്ടു y² h ദ ഹോൾ സ്ക്വയർ എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഇനി y² h ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ y² പ്ലസ് h² പ്ലസ് 2AB അല്ലേ. നമ്മൾ a+b ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a² പ്ലസ് b² പ്ലസ് 2ab എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ y² പ്ലസ് h² പ്ലസ് 2hy. ഇനി ഇതിനെ ഓരോ ടേം ആക്കുക. ഇത് ഇത്രയും ഒരു ടേം. അപ്പോൾ ഇൻറ്റഗ്രൽ y²dA എന്ന് വരും. ഇനി അടുത്തത് ഇതൊരു ടേം. അപ്പോൾ ഇൻറ്റഗ്രൽ h²dA വരും. പ്ലസ് അടുത്ത ടേം ഇൻറ്റഗ്രൽ 2hy എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് IAB ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ y²dA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോയിഡിന് വിത്ത് റെസ്പെക്റ്റ് ഉള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ IG. അപ്പോൾ അതിന് IG എന്ന് എഴുതാം. പ്ലസ് ഇൻറ്റഗ്രൽ h²dA അതുപോലെ തന്നെ എഴുതി. പ്ലസ് ഇതിൽ 2h കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തേക്ക് എടുത്തു. ബാക്കി ഇൻറ്റഗ്രൽ YDA എന്ന് എഴുതി. ഓക്കെ, ഇനി നേരത്തെ പോലെ തന്നെ IG അതുപോലെ തന്നെ എഴുതി. ഇനി ഇവിടുത്തെ h² പുറത്തേക്ക് എടുത്താൽ ഇൻറ്റഗ്രൽ DA ചെയ്യുമ്പോൾ പ്ലസ് h² എന്ന് ക്യാപിറ്റൽ എന്ന് കിട്ടും. പ്ലസ് 2h ഇവിടെ പുറത്തുണ്ട്, അതുപോലെ എഴുതി. ഇൻറ്റഗ്രൽ YDA എന്ന് പറഞ്ഞാൽ a ഇൻറ്റു y ബാർ ആണ്. ഓക്കെ, ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, y ബാർ എന്ന് വെച്ചാൽ എന്താണ്, ഈ സെൻട്രോയിഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ സെൻട്രോയുടെ ആക്സിസ് ആണ് നമ്മൾ എടുത്തേക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും, അവിടുത്തെ y ബാർ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ടേം 0 ആയി പോകും. ബാക്കി എന്ത് വരും, IAB ഇസ് ഈക്വൽ ടു IG പ്ലസ് AH² എന്ന് വരും. അപ്പോൾ y bar is 0 because the distance of centroid G from the axis from which the y bar is measured. In this figure, y is measured from the centroidal axis itself. ഈ ഫിഗറിൽ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നാണ് y bar മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് y bar 0 ആയിട്ട് വരും. അതുകൊണ്ടാണ് ഈ ടേം 0 ആയി പോയത്. ബാക്കി എന്ത് കിട്ടി, IAB is equal to IG plus AH². ഇത് തന്നെയാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇനിയുള്ള പോർഷനിലേക്ക് വരുന്ന തിയറി ക്വസ്റ്റ്യൻസ്. ഇതിങ്ങനെ നിങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കേണ്ട. പാരലൽ ആക്സിസ് തിയറം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിഗർ വരയ്ക്കുക, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഈ ഇക്വേഷനും എഴുതിയാൽ മതി. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് പാരലൽ ആക്സിസ് തിയറം എന്ന് ചോദിച്ചാൽ മാത്രം ഈ പ്രൂഫ് എഴുതിയാൽ മതി. അതേപോലെ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എഴുതിയാൽ ഇതുവരെ എഴുതിയാൽ മതി. അതേപോലെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്ര എഴുതിയാൽ മതി വിത്ത് ഫിഗർ എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ വെച്ചിട്ട് നിങ്ങൾ എന്ത് തിയറിയും എഴുതി പോകാം. ഓക്കെ, ഇതാണ് ഈ ഒരു ലെക്ചറിൽ വരുന്നത്. നമുക്ക് അടുത്ത ലെക്ചർ മുതൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.